ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞായറാഴ്ച ദിവസം എടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, എന്നാൽ അവധി ആയതുകൊണ്ട് കുറച്ച് പതുക്കാണ് കേട്ടോ എണീറ്റത്. ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുകയെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാണ്. കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ചാരും ഇങ്ങനെ നൂൽപുട്ട് ചോദിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ശരി, അപ്പോൾ ഉള്ള മാവിൽ കുട്ടികൾക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മാവെടുത്തിട്ട് ചൂടുവെള്ളവും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഉള്ളൂ. നമുക്ക് ഈ നൂൽപട്ട് മരം ഉണ്ടല്ലോ, അതിൽ ഒറ്റ പ്രാവശ്യം ഇടാനുള്ള മാവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടി ഇട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല, കാരണം 4 നൂൽപുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. ചായ ഉണ്ടാക്കിയിട്ട് ചായൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനില്ലാത്തത് കൊണ്ട് പിന്നെ പിള്ളേർക്ക് പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കറി വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഏട്ടൻ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച അവധിയല്ലേ, അപ്പോൾ അവിടെ നിന്ന് രാവിലെ തന്നെ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാനിതാ നമ്മുടെ തിണ്ണൻ്റെ മേലെ കുറേ മരങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പുതിയ റൂമിന് വേണ്ടിയിട്ടുള്ള ജനലും കട്ടലയൊക്കെ പിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പണിയെടുക്കണമെങ്കിൽ ആശാരിനെ വിട്ട് പണിയെടുപ്പിക്കണം. അപ്പോൾ അതിപ്പോൾ അടുത്ത കാലത്ത് നടക്കാത്ത പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഉമ്മർത്ത് ഇങ്ങനെ വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഏട്ടൻ്റെ അടുത്ത് പറയണം അതെടുത്ത് അതിൻ്റെ അകത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ ഇവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, കാരണം നമുക്ക് ആ തിണ്ണീൻ്റെ മേലെ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും, നമുക്ക് അപ്പുറത്തല്ലേ ബാത്റൂം, അവിടേക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷീറ്റൊക്കെ മാറ്റി ആ മരക്കട്ടയുണ്ടല്ലോ ജനലും കട്ടിലേക്കൊക്കെ പിടിച്ച് വെച്ചത്, അപ്പോൾ അതെല്ലാം ഒഴിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് പണിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ വേഗം പിന്നെ ഈ റൂമുണ്ടല്ലോ, നമ്മുടെ പുതിയ റൂം എടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ നിലമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഇനിയിപ്പോൾ തേക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുവരെ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും പണിയെടുക്കുമ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും മരപ്പണി എടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കല്ലൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ അടുക്കി വയ്ക്കാനായിട്ട് നിന്നിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഉമ്മറത്ത് തെണ്ണിയും അങ്ങോട്ട് കാലിയായി കിട്ടും, നമുക്ക് നടക്കാനും പിടിക്കാനൊക്കെ സൗകര്യമായല്ലോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്നെടുത്ത് ഇവിടെയൊക്കെ അടുക്കി വയ്ക്കാനായിട്ട് നിന്നിട്ട്. പിന്നെ കൂട്ടിന് ചാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്കൂളില്ലാത്ത സമയത്ത് ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരും കൂടെ കാണും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജനലും കട്ടിലേക്കുള്ള മരമൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഈ റൂം കാണിക്കുമ്പോൾ അതിൽ ഓരോ കമൻറ്റുകൾ വരാറുണ്ട്. ഇതെന്താണ് സിമെൻറ്റ് കട്ട ബലം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് കട്ട നല്ല ബലമുള്ളത് തന്നെയാണ് കേട്ടോ, താഴെ ഇട്ടാലൊന്നും പൊട്ടില്ല. പിന്നെ സിമെൻറ്റ് കട്ട എന്ന് പറയുമ്പോൾ ഇതിൽ ഹോളൊന്നും ഇല്ല കേട്ടോ. മൊത്തത്തിലൊരു ഇഷ്ടികൻ്റെ എങ്ങനെയാണ് വെട്ടുകല്ലൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെയാണ്, നല്ല വെയിറ്റുള്ള സാധനം തന്നെയാണ്. അതുകൊണ്ടൊക്കെ വീട് കെട്ടാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അവർ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയുകയാണ്. ഇത് നല്ല ബലമുള്ള കല്ല് തന്നെയാണ്. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നിറയെ വീടുകൾ കെട്ടാറുണ്ട് കേട്ടോ. ഇപ്പം മിക്കവാറും വീടുകളും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ഇഷ്ടികയ്ക്ക് കുറച്ച് വില കൂടുതലായതുകൊണ്ടും പണി കുറച്ച് കൂടുതലായതുകൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ കെട്ടണത്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ പണി നടക്കും. അങ്ങനെ ഞാൻ ആ ഒരു മരക്കഷ്ണമൊക്കെ അവിടെ കൊണ്ട് അടുക്കി വെച്ച് എല്ലാം ഇട്ട് മൂടി റെഡിയാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറിന് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടു. പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അതിനിടയ്ക്ക് നാത്തൂൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്ന് കുറേ സമയം പോയി. അപ്പോൾ ചേച്ചി കുറേ നേരം ഇരുന്നിട്ട് അങ്ങനെ പോയിട്ട്, അപ്പോൾ ചേച്ചി വരുന്ന സമയത്ത് അവിടെ വീട്ടിലുണ്ടായ പച്ചക്കറികൾ, അതായത് കൈപ്പയ്ക്ക, നാരങ്ങ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഇന്നിപ്പോൾ ഇതാ കൈപ്പയ്ക്ക വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ കറിയും വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ സപ്പോട്ടയാണ് കേട്ടോ, ചേച്ചിൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ സപ്പോട്ടയും കൊണ്ടുവന്നത് 3-4 പഴുത്തിട്ടുണ്ട്, ബാക്കി പഴുക്കാനായിട്ട് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കത് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു 2-3 സപ്പോട്ട എടുത്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മധുരം ഉണ്ട് കേട്ടത്.
അപ്പോൾ എന്തായാലും നല്ല മധുരമുള്ളതായി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ സപ്പോട്ട ഷെയ്ക്കൊക്കെ ചിക്കു ഷെയ്ക്കൊക്കെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം അടിച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ പിള്ളേർ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് നിന്നില്ല, പിള്ളേർ തന്നെ അടിച്ച് കുടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മുടെ കയ്പ്പയ്ക്ക വറുത്തതൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. വറുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ എണ്ണ ഒഴിച്ച് മുരിച്ചെടുക്കുകയാണ്. പിന്നെ തൊട്ടിപ്പുറത്ത് അടുപ്പിൽ നാരങ്ങ ഉണ്ടല്ലോ, അത് കറി വെക്കാനായിട്ട് ഉപ്പും മുളകൊക്കെ വെച്ച് അവസാനം കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് എടുത്താൽ മതി. ഒരു നാരങ്ങപ്പുളി അല്ലെങ്കിൽ നാരങ്ങ തൊട്ട് നക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അച്ചാർ പോലെ കേട്ടോ, കായമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടുണ്ടാവും. ഇനി അവസാനം വറവിടാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാനത് അവിടെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സപ്പോട്ട പഴമുണ്ടല്ലോ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ പുറത്തടുപ്പിൽ നിന്ന് കൂട്ടാൻ വെക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കുമ്പളങ്ങയും പരിപ്പും വഴുതനങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒന്നാമത് ഏട്ടനും ഇല്ല. പിന്നെ നാളെ ആണെങ്കിൽ ഗുരുവായൂർ ഏകാദശിയൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ഏകാദശി ചിലപ്പോൾ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നോൺ വെജോ അല്ലെങ്കിൽ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഏട്ടനും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതിനൊന്നും നിന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ സാമ്പാറും ഒരു തട്ടിക്കൂട്ടല്ല, നമ്മുടെ ഒരു സാധാരണ ഒരു പരിപ്പ് സാമ്പാറില്ലേ അതും കയ്പ്പയ്ക്ക വറുത്തതും പിന്നെന്താണ് അച്ചാറും നാരങ്ങ അച്ചാറും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ അകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ അച്ചാറിനും കൂടെയുള്ള കടുകൊക്കെ പൊട്ടിച്ചിട്ടാൽ കറിയാവും. അപ്പോൾ നാരങ്ങ അച്ചാറിന് കുറച്ച് കടുകും ഇത്തിരി ഉലുവയും ഇത്തിരി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് ഇടുകയാണ് കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു മണമൊക്കെ ആ ഒരു നാരങ്ങ അച്ചാറിൽ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അധികം ഒന്നും ഉണ്ടായില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം ആകുമ്പോഴത്തേക്കും അന്ന് തന്നെ 3/4 ഭാഗവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, അതുകൊണ്ട് തന്നെ വേഗം അച്ചാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചാറും ചോറും കറിയൊക്കെ ആയി അങ്ങനെ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ചോറ് ഉണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആൾക്ക് നിൽക്കാനൊന്നും നേരമില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ ആൾ വേഗം പോവുകയാണ് കേട്ടോ ചെയ്ത്. കുറേ ആയി വന്നിട്ട് കുട്ടികളിനൊക്കെ കാണാൻ തോന്നുന്നിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തായാലും കുറേ സമയം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടാ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പോയി. പിന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കറിയൊക്കെ അടുപ്പത്തായിരുന്നു. പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ട് പിള്ളേർക്കൊക്കെ ചോറ് വിളമ്പി എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കുമുള്ള ചോറൊക്കെ വിളമ്പിയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ ചോറും കറിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അതുവരയ്ക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.